നമ്മൾ ഇന്നൊരു പാലക്കും പനീരുമായിട്ടൊരു കറി, പാലക്ക് പനീർ കറി. ഇത് പാലക്ക്, ഇത് പനീർ, ഇത് തക്കാളി, 2 തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്. നമ്മൾ പാലക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇലയൊന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മളത് അരച്ച് ചേർക്കാനാണ്. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ചട്ടിയിൽ വെള്ളം വെച്ചു. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പാലക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഈ പാലക്കിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം, അരച്ചെടുക്കണം. നല്ലതുമാണ് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ നമുക്കത് എടുത്തിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണേ, എന്നാലേ ഈ കറി വെക്കുന്നതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായി കിട്ടും. നിങ്ങൾ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. നല്ലതുമാണ് വെന്ത് നല്ലോണം ഇല വെന്ത് വയ്ക്കും. ഇത് നമ്മൾ നല്ലോണം തണുത്തിട്ട് അരച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇത് ചട്ടി വയ്ക്കാം. ചട്ടി വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായി കിട്ടട്ടെ. എണ്ണ നല്ലോണം ചൂടാവുമ്പോൾ നമുക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ലതുവേണം പൊട്ടി വരട്ടെ. നമുക്ക് ഒരു വറ്റൽമുളകിട്ട് നെടി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള എല്ലാം നല്ലതോണം ഒന്ന് വാടി വരട്ടെ. നമുക്കിനി ഈ ഉള്ളി സവാള എല്ലാം ഒരു സൈഡിലോട്ട് നീക്കി കൊടുക്കാം. സൈഡിലോട്ട് നീക്കി കൊടുത്തിട്ട് പനീരൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. വേറെ ചട്ടി വെച്ച് ഫ്രൈ ചെയ്തിട്ടാലും മതി, ഇങ്ങനെ ചെയ്താലും മതി. ഇത് പനീർ, ഈ പനീർ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമുക്ക് വേറെ ചട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലോണം ഒരു സൈഡ് ഫ്രൈ ആയി വരട്ടെ. സവാള ഇങ്ങനെ നീക്കി വെച്ചു. ഈ പാലക് പനീർ കറി സൂപ്പറാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാത്തിലൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യണം, അന്നേരം അടിപൊളി ടേസ്റ്റായി കിട്ടും. ഈ പനീർ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതേ രീതി നമ്മൾ തിരിച്ചിട്ട് അടുത്ത വശവും കൂടെ ഇതേ രീതി ഒരു കളർ മാറി വന്നാൽ മതി. അല്ലാതെ ചുമക്ക് മറ്റൊന്ന് പിന്നെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. ഇതേ രീതി മതി. നമുക്കിത് ചട്ടിയിലെടുക്കാം. ഇതേ രീതിയിൽ ഫ്രൈ ആവാവും. ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാം. ഫ്രൈ ആക്കാതെ പനീർ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്കൊരു ഇന്നൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ഫ്രൈ നമുക്ക് പനീർ മൊത്തം എടുക്കാം. ഇങ്ങനായാൽ മതി. സവാളെല്ലാം നീക്കിയിട്ട് കൊടുക്കുക. ഈ 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഈ 3-4 പച്ചമുളകുണ്ട്. 4 പച്ചമുളകുണ്ട്. ഇത് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം പച്ചമണമൊക്കെ മാറട്ടെ. നമുക്കിനി 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. നമുക്കിന്ന് 1 സ്പൂണ് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലതോണം ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒരു പച്ചച്ചവ അല്ലെങ്കിൽ ആയിരിക്കും ഇങ്ങനെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം പച്ചക്കുത്തൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടിക്കട്ടെ. നമ്മൾ ഈ അരച്ച് ചേർക്കുന്ന ഇപ്പം ഒഴിക്കാം. നെയ്യാണ് ഇറക്കി ചേർക്കാം. ഇതിൽ നമ്മൾ ഒഴിക്കേണ്ടുന്നത് ചൂടുവെള്ളമാണ്. തണുത്ത വെള്ളം ഒഴിച്ചേക്ക്. ചൂടുവെള്ളം തണുപ്പിച്ച് ഒഴിക്കണം. എത്ര വെള്ളം വേണോ അത്ര ഒഴിക്കണം. പാലക്കെന്ന് വെച്ചാൽ നല്ല ഇതാണ് പാലക്കിൻ്റെ കറി. പാലക്കും പരിപ്പൂടിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഈ പനീർ ഇട്ടാൽ പനീർ കറിക്കകത്തിടാം, പനീർ ഫ്രൈ ആക്കാം. നല്ലോണം കുറുകിക്കിട്ടട്ടെ. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. നമുക്ക് ഈ പനീർ അങ്ങിട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. പാലക് പനീർ റെഡിയായി.
പനീർ കറി റെഡി. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം.